എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മാർക്സിസം, കമ്മ്യൂണിസം, സോഷ്യലിസം ഈ വാക്കുകളൊക്കെ നമ്മൾ മലയാളികൾ ഏറെ കേൾക്കുന്നതാണ്. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളായ CPIM, CPI ഇവയെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നിങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. എന്താണ് മാർക്സിസം എന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതോടൊപ്പം സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നാണോ, അല്ലെങ്കിൽ അവ തമ്മിൽ വ്യത്യാസമുണ്ടോ, ഈ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. കാൾ മാർക്സ് എന്ന പ്രസിദ്ധനായ ജർമ്മൻ തത്വചിന്തകൻ വികസിപ്പിച്ചെടുത്ത ആശയങ്ങളെയാണ് നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. ജർമ്മൻകാരനായ കാൾ മാർക്സ് 1818 ജനിക്കുന്നത്. 1883 അദ്ദേഹം മരണപ്പെട്ടു. കാൾ മാർക്സിന് എപ്പിക്യൂറസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗ്രീക്ക് തത്വചിന്തകനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചത്. മാർക്സിൻ്റെ ചെറുപ്പകാലത്ത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്ന ആശയങ്ങൾ ഹെഗലിൻ്റേതായിരുന്നു. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു. ഹെഗലിൻ്റെ ആശയങ്ങൾ പിന്തുടർന്നിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ അക്കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നു. അവർ അറിയപ്പെട്ടിരുന്നത് യങ് ഹെഗേലിയൻസ് എന്നാണ്. ആ യങ് ഹെഗേലിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു കാൾ മാർക്സും. എന്തായിരുന്നു ഹെഗേലിയൻ തത്വചിന്തയുടെ അടിസ്ഥാനം? ഹെഗലിൻ്റെ തത്വചിന്ത ഐഡിയലിസം അഥവാ ആശയവാദം എന്നറിയപ്പെട്ടു. ഹെഗലിൻ്റെ ഈ ഫിലോസഫി, അതായത് ആശയവാദം എന്ന ഫിലോസഫി എന്താണ്? ഈ ഫിലോസഫി പ്രകാരം മനുഷ്യൻ്റെ അവബോധമാണ് അവൻ്റെ അസ്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ മൈൻഡിലെ ആശയങ്ങളുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ആദ്യം യങ് ഹെഗേലിയനായിരുന്ന കാൾ മാർക്സ് അധികം വൈകാതെ ഹെഗലിൻ്റെ ഈ ആശയത്തെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഹെഗേലിയൻ ഐഡിയലിസത്തെ മാർക്സ് നേരെ തിരിച്ചിടുകയാണ് ചെയ്തത്. മാർക്സ് പറഞ്ഞത് മനുഷ്യൻ്റെ അവബോധം അവൻ്റെ നിലനിൽപ്പിനെ നിർണ്ണയിക്കുകയല്ല ചെയ്യുന്നത്, പകരം അവൻ്റെ നിലനിൽപ്പ് അവൻ്റെ അവബോധത്തെ നിർണ്ണയിക്കുകയാണ്. മാർക്സ് പറഞ്ഞത് സോഷ്യൽ എക്സിസ്റ്റൻസ് ഡിറ്റർമൈൻസ് കോൺഷ്യസ്നെസ് എന്നാണ്. മാർക്സ് വികസിപ്പിച്ചെടുത്ത ഈ പുതിയ ആശയത്തിൻ്റെ പേര് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നാണ്. മലയാളത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നറിയപ്പെടുന്നു. മലയാളത്തിൽ കടിച്ചാൽ പൊട്ടാത്തൊരു പദപ്രയോഗമായിട്ടും അതുപോലെ തന്നെ മനസ്സിലാവാത്ത ആശയമായിട്ടും വൈരുദ്ധ്യാത്മക ഭൗതികവാദം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. നമുക്ക് നോക്കാം എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം അഥവാ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് മാർക്സിൻ്റെ വിവിധ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്സിൻ്റെ അടുത്ത സഹപ്രവർത്തകനായിരുന്ന ഫ്രെഡറിക് ഏംഗൽസ്, അദ്ദേഹം ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ആശയം പ്രധാനമായിട്ടും ഹെഗലിൻ്റെ സ്വാധീനത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അതുപോലെ മെറ്റീരിയലിസം എന്ന് പറയുന്ന ആശയം ഫെയർബാക്ക് എന്ന് പറയുന്ന മറ്റൊരു ചിന്തകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൽ നിന്നാണ് കടം കൊള്ളുന്നത്. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഹെഗലിനെ സംബന്ധിച്ച് ആശയങ്ങളുടെ വളർച്ചയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ച. ഈ ആശയപരമായ വളർച്ച അല്ലെങ്കിൽ മാറ്റം അത് ഡയലക്റ്റിക്കലാണെന്നാണ് ഹെഗൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയമാണ് തീസിസ്, ആൻറ്റിതീസിസ്, സിന്തസിസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിലനിൽക്കുന്ന ഒരാശയം തീസിസ്, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തു വരുന്ന ആശയമാണ് ആൻറ്റിതീസിസ്. ഈ കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ഒന്ന് പോയി അതിന് പകരം മറ്റൊരാശയം എന്നതല്ല, പകരം രണ്ടിൻ്റെയും ഒരു സിന്തസിസ്. ഹെഗലിൻ്റെ ഈ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ആശയത്തെ മാർക്സ് സ്വീകരിച്ചു. എന്നാൽ അതിലെ ആശയവാദത്തെ അല്ലെങ്കിൽ ഐഡിയലിസത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇനി ഭൗതികവാദം എന്ന ആശയമാണ്, അതായത് മെറ്റീരിയലിസം. ഈ ആശയവുമായി ബന്ധപ്പെട്ട് മാർക്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഫെയർബാക്ക് ആയിരുന്നു. എന്നാൽ ഫെയർബാക്കിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും മാർക്സ് സ്വീകരിക്കുകയും ചെയ്തില്ല. നമുക്ക് നോക്കാം എന്താണ് ഭൗതികവാദമെന്ന്. ഹെഗലിൻ്റെ ആശയവാദത്തിന് പകരം ഭൗതികവാദം മുന്നോട്ട് വെച്ച ഫെയർബാക്ക് ഉൾപ്പെടെയുള്ള തത്വചിന്തകർ പറഞ്ഞത് മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണെന്നാണ്. മനുഷ്യൻ്റെ ചിന്തകളും സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞു വെച്ചത്. അതുപോലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇവയെല്ലാം മാറുന്നു. ഇതാണ് അതുവരെ നിലനിന്നിരുന്ന ഒരു ഭൗതികവാദം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാർക്സ് പറഞ്ഞത് മനുഷ്യൻ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് എന്നതുപോലെ തന്നെ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ സൃഷ്ടി കൂടിയാണ്. അദ്ദേഹം മനുഷ്യൻ്റെ ഏജൻസിക്ക് പ്രാധാന്യം കൊടുത്തു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം നോക്കാം. ഒരു ചിലന്തി വല നെയ്യുന്നു. ഏത് ചിലന്തി ഏത് കാലത്തും ഒരേ വല തന്നെയാണ് നെയ്യുന്നത്. അതേസമയം ഒരു വീട് പണി ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്?
അദ്ദേഹം ഓരോ വീടും ഓരോ രീതിയിലാണ് പണിയുന്നത്. വീട് പണിയുന്നതിന് മുമ്പ് അദ്ദേഹം വീടിനെ സംബന്ധിച്ചൊരു സങ്കല്പം തൻ്റെ മനസ്സിൽ കുറിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മനുഷ്യൻ്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള മാർക്സിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ ചരിത്രം എങ്ങനെ പരിണമിച്ചു എന്നാണ് മാർക്സ് പിന്നീട് പരിശോധിക്കുന്നത്. ഹെഗൽ ആശയലോകത്തെ വൈരുദ്ധ്യങ്ങളാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പരിണാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞെങ്കിൽ, മാർക്സ് പറഞ്ഞത് ഭൗതിക ലോകത്തെ വൈരുദ്ധ്യങ്ങളാണ് പരിണാമത്തിൻ്റെ ചാലകശക്തി എന്നാണ്. അദ്ദേഹം ക്ലാസ് കോൺട്രഡിക്ഷൻ എന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യ ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹിക മാറ്റങ്ങളെയും വിശദീകരിച്ചത്. മാർക്സ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യഘട്ടത്തെ പ്രാകൃത കമ്മ്യൂണിസം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനുഷ്യർ തമ്മിലുള്ള വർഗവൈരുദ്ധ്യം വേണ്ട രീതിയിൽ വികസിച്ചു വന്നിട്ടില്ല എന്നതാണ്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അടിമ സമ്പ്രദായത്തിൻ്റെ കാലഘട്ടമാണ്. ഉടമകളും അടിമകളും തമ്മിലുള്ള വൈരുദ്ധ്യം. നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ്. ഫ്യൂഡൽ ഭൂ ഉടമകളും അവരെ കീഴിൽ പണിയെടുക്കുന്ന അടിയാളരും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുതലാളിത്ത ഘട്ടമാണ്. മുതലാളിത്ത ഘട്ടത്തിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ. മുതലാളിത്ത വ്യവസ്ഥയിലെ കോൺട്രഡിക്ഷൻസ് അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിസത്തിലേക്ക് നയിക്കും. ആ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത് അന്യൻ്റെ ശബ്ദം സംഗീതമായി ആസ്വദിക്കുന്ന ഒരു ലോകമാകും എന്ന് മാർക്സ് പറഞ്ഞു വെച്ചു. ഈ ഒരു വിശകലനവുമായി ബന്ധപ്പെട്ട് മാർക്സ് ചില കൺസെപ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവ നമുക്ക് നോക്കാം. മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദന വ്യവസ്ഥ, അതുപോലെ തന്നെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ബന്ധം. ഇവ രണ്ടും മാർക്സിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. എന്താണ് ഉൽപ്പാദന വ്യവസ്ഥ? ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഉൽപ്പാദന വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ഉൽപ്പാദന ബന്ധവും വളർന്നു വരുന്നു. എന്താണ് ബന്ധം? ഈ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരും അവരുടെ കീഴിൽ പണിയെടുക്കുന്ന കുറേ അടിയന്മാരും എന്നുള്ളതാണ്. അതാണ് ഉൽപ്പാദന ബന്ധം എന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ ഉടമസ്ഥരും അതിൽ പണിയെടുക്കുന്നവരും. ഇത് ഒരു കോൺട്രഡിക്ഷനിലേക്ക് നയിക്കുന്നു എന്നാണ് മാർക്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മൂലധനം കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥരായിട്ട് ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധമാണ്, കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് പ്രൊഡക്ഷൻ റിലേഷൻ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥയെ എന്ത് വിളിക്കുന്നു? മൂലധന വ്യവസ്ഥ, മുതലാളിത്ത വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ഇതാണ് ഉൽപ്പാദന ബന്ധവും അതുപോലെ തന്നെ ഉൽപ്പാദന വ്യവസ്ഥയും. മാർക്സിസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടിത്തറ ഉപരിഘടന എന്ന് പറയാം. എന്താണ് ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ? നമുക്കൊരു വീടിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു വീടിൻ്റെ ചുവരുകളായിക്കോട്ടെ, റൂഫായിക്കോട്ടെ, അത് തറ എന്ന് പറയുന്ന ബേസിന് മുകളിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. സമാനമായി ഒരു സമൂഹത്തെ സംബന്ധിച്ച് മെറ്റീരിയൽ ആക്ടിവിറ്റികളുടെ മുകളിലാണ് മനുഷ്യരുടെ ഫാമിലി ആയാലും ലോ ആയാലും റിലീജിയൻ ആയാലും എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നതാണ്. മാർക്സിസം ഊന്നൽ നൽകുന്നത് ലേബറിലാണ്, അതായത് അധ്വാനത്തിലാണ്. അധ്വാനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നതാണ്. എക്കണോമിക് ഫൗണ്ടേഷനിലുള്ള, അതായത് ബേസിലുള്ള ചേഞ്ചസ് അധികം വൈകാതെ തന്നെ എൻറ്റയർ സൂപ്പർ സ്ട്രക്ചറേയും മാറ്റിക്കളയുമെന്നാണ് മാർക്സ് പറയുന്നത്. ഇതോടൊപ്പം മാർക്സ് പറയുന്നത് ഈ എക്കണോമിക് ഫൗണ്ടേഷനിലുള്ള മാറ്റങ്ങൾ, സാമ്പത്തിക അടിത്തറയിലുള്ള മാറ്റങ്ങൾ, അത് ഒരു നാച്ചുറൽ സയൻസിലൊക്കെ പറയുന്നത് പോലെ കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. പക്ഷേ സൂപ്പർ സ്ട്രക്ചറുള്ള മാറ്റങ്ങൾ ആ രീതിയിൽ സാധിക്കില്ല. ഇത് മാർക്സ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാർക്സിസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ക്ലാസ് സ്ട്രഗിൾ, അതായത് വർഗസമരം. എന്താണ് ക്ലാസ് എന്ന് മാർക്സ് വിശദീകരിച്ചിട്ടൊന്നുമില്ല. ക്ലാസ് എന്നുള്ള പരാമർശം ഉണ്ടെങ്കിൽ കൂടി എന്തായാലും ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ മുതലാളിമാർ ഒരു ക്ലാസ്സാണ്, തൊഴിലാളികൾ വേറെ ക്ലാസ്സാണ്. അതുപോലെ തന്നെ അടിമ വ്യവസ്ഥയിൽ ഉടമ അടിമ രണ്ട് ക്ലാസ്സുകളാണ്. ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഉൽപ്പാദന ഉപാധികൾ കൈവശം വയ്ക്കുന്നവരെ, അതുപോലെ തന്നെ ഉൽപ്പാദന ഉപാധികൾ കൈവശമില്ലാത്തവർ. ഇതാണ് ക്ലാസ് കോൺട്രഡിക്ഷനിലേക്ക് നയിക്കുന്നത്. മാർക്സ് പറയുന്നത് ഇതുവരെയുള്ള ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ് എന്നാണ്. കാൾ മാർക്സ് ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ്. ആ യൂറോപ്പിൽ അക്കാലഘട്ടത്തിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുതലാളിത്ത വ്യവസ്ഥിതി വളർന്നു വരുന്നു. മാർക്സ് ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു. ഈ 19-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ശക്തി പ്രാപിക്കുന്നു.
അതോടൊപ്പം അതൊരു മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് ജന്മം നൽകുന്നു. ഈ മുതലാളിത്ത സംവിധാനത്തിനകത്ത് ഫാക്ടറികളിലൊക്കെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വ്യാപകമായ തൊഴിൽ ചൂഷണമാണ് നേരിടേണ്ടി വന്നത്. അക്കാലഘട്ടത്തിൽ വ്യാപകമായി അരങ്ങേറിയിരുന്ന ചൂഷണം കണ്ടുകൊണ്ടാണ് മാർക്സ് എന്താണ് ഈ മൂലധന വ്യവസ്ഥ, എങ്ങനെ ഇതിനെ മാറ്റി തീർക്കാം തുടങ്ങിയ ചിന്തകളിലേക്ക് കടക്കുന്നത്. അങ്ങനെ അദ്ദേഹം വെറുമൊരു ചിന്തകൻ എന്നതിൽ നിന്നും ഒരു വിപ്ലവകാരിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൊട്ടേഷനുണ്ട്: ഇതുവരെയുള്ള തത്വചിന്തകർ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ, വേണ്ടത് ലോകത്തെ മാറ്റിമറിക്കുകയാണ്. ചൂഷണം നേരിടുന്ന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു മുതലാളിത്ത വിരുദ്ധ തൊഴിലാളി വർഗ വിപ്ലവം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി രൂപപ്പെടുന്നു. ഇത്തരമൊരു ലോകത്തെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് മാർക്സ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യലിസം, കമ്മ്യൂണിസം. ഈ രണ്ട് സങ്കല്പങ്ങളും തമ്മിലുള്ള സാമ്യത അല്ലെങ്കിൽ വ്യത്യാസം എന്താണ് എന്നതാണ്. സാമാന്യ അർത്ഥത്തിൽ ഈ രണ്ട് ടേമുകളുടെയും അർത്ഥം മനുഷ്യരുടെ തുല്യത, സാമൂഹിക തുല്യത എന്നതൊക്കെയാണ്. മാർക്സിൻ്റെ വിശകലനം അനുസരിച്ച് ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലാളി വർഗ വിപ്ലവം ഉണ്ടാവുകയും അതിനുശേഷം തൊഴിലാളി വർഗ സർവാധിപത്യം നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു വ്യവസ്ഥയിൽ സ്വകാര്യ സ്വത്തുണ്ടാവില്ല. അതുപോലെ തന്നെ ഉൽപ്പാദന ഉപാധികളൊക്കെ പൊതു ഉടമസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയിൽ ഭരണകൂടം, അതായത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ഇല്ലാതാകുന്നില്ല. പല സോഷ്യലിസ്റ്റ് നയങ്ങളും നടപ്പിലാക്കുന്നതിന് സ്റ്റേറ്റ് ഒരു ഉപകരണമായി വേണം എന്നതാണ് മാർക്സിയൻ കാഴ്ചപ്പാട്. ഇത്തരമൊരു സമൂഹം കുറച്ച് കാലങ്ങൾ എടുത്ത് പരിവർത്തനത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയായി മാറുന്നു. എന്താണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആകുമ്പോൾ അതിന് സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ നിന്നുള്ള വ്യത്യാസം? ഈ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ സ്റ്റേറ്റ് ഉണ്ടാകില്ല, അതായത് ഭരണകൂടം ഉണ്ടാകില്ല. മാർക്സ് ഇതിനെക്കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് വിതറവേ എന്നാണ്, അതായത് ഭരണകൂടം കൊഴിഞ്ഞു പോകുന്നു. ഇത്തരമൊരു സൊസൈറ്റിയെക്കുറിച്ച് മാർക്സ് പറഞ്ഞത് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് എന്നതിൽ നിന്നും ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ന നിലയിലേക്ക് മാറുന്ന ഒരു സൊസൈറ്റി എന്നാണ്. മാർക്സിസത്തെ സംബന്ധിച്ച് ഒരു ലഘു വിവരണമാണ് ഞാനിവിടെ നടത്തിയത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ.